വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ ഇതെല്ലാം വിറ്റ് അവർ CCയിലിട്ടേക്കുമല്ലേ, ഇപ്പം എങ്ങനെ പോകുന്നത്? വേണ്ട, നീ ഡിസ്ചാർജ് മേടിയില്ലേ, എനിക്ക് വീട്ടിൽ പോയാൽ മതി, ഞാൻ എത്രയും പെട്ടെന്ന് നമുക്ക് വീട്ടിൽ പോകണമെന്ന് എൻ്റെ ആഗ്രഹം എന്നെന്നോട് പറഞ്ഞു. എന്നാല് അപ്പോഴും ഞാൻ അങ്ങനെ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. ഞാൻ പുറത്തോട്ടിരിക്കട്ടെ. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ സംസാരിച്ചു, പുറത്തിറങ്ങി. അതിന് പിന്നെ 2-3-4 മണിക്കൂർ കഴിഞ്ഞ് 4:30 ആയപ്പോഴേക്കാണ് അവർ ഈ മെസ്സേജ് പറയുന്നത് എന്നോട്. ഞാൻ പുറത്തിരിക്കുന്ന സമയത്തൊക്കെയും പ്രാർത്ഥിച്ചു. 4 മണിയായപ്പോൾ എൻ്റെ സഹോദരി ബോംബെയുടെ പ്രദേശം വിളിച്ചു, മോളെ എങ്ങനെ ഉണ്ടെന്ന് വിവരം അന്വേഷിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സമയം 4 മണിക്ക് ചായ കൊടുക്കട്ടെ ചോദിച്ചപ്പോൾ അവർ പറയുന്നു വേണ്ടാന്ന്. അപ്പം അകത്തെന്തോ സംഭവം നടക്കുന്നുണ്ട്, സീരിയസ് ആയിരിക്കാം, അവരെന്നോട് പറയുന്നില്ല എന്ന് ഞാൻ എൻ്റെ സഹോദരി. ആ സമയത്ത് യാത്രയായിരുന്നു. അതിനുശേഷം 10-15 മിനിറ്റ് കഴിഞ്ഞാട്ട് അവരെന്നോട് വിവരം പറയുന്നത്. എല്ലാം ദൈവത്തിൻ്റെ സമയത്ത് ദൈവം ശാന്തോചിതവുമായി ചെയ്തു. ഞാൻ പ്രാർത്ഥിച്ചത് നല്ലൊരു ശുദ്ധീകരണം പ്രാപിച്ച നിത്യതയിൽ കാണണമെന്നായിരുന്നു. കർത്താവ് അപ്രകാരം ശുദ്ധീകരിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവ് എഴുത്തനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയും പ്രിയപ്പെട്ടവനെ, ഞാൻ കുറിച്ച് ഒത്തിരി സാക്ഷി പറയാനുണ്ടെങ്കിലും എനിക്കിപ്പോൾ അതിനുള്ള കഴിവില്ല. കർത്താവ് നടത്തട്ടെ. ദൈവം നിത്യ തുറമുഖത്ത് എത്തിച്ച് കർത്താവിൻ്റെ പ്രിയപ്പെട്ടവൻ ആഗ്രഹിച്ച പ്രകാരം ആ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവ് കൊണ്ടുപോയി. ഞാൻ പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച പ്രകാരം കർത്താവ് എല്ലാം ചെയ്തു തന്നതിനായി എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ഹൃദയത്തിലെ എല്ലാം ദൈവം തോന്നിച്ച പ്രകാരം തന്നെ ഞാൻ ചെയ്തു. ഞാൻ ഇത്രയും നാളും എല്ലാ വേണ്ട കഴിവുകളും ഞാൻ എന്നാൽ ചെയ്യേണ്ടുന്ന രീതിയെല്ലാം ചെയ്യുവാനും ശുശ്രൂഷിപ്പാനും സ്നേഹിപ്പാനും എല്ലാം സഹായിച്ചു. ഇന്നുവരെയും ഞങ്ങളുടെ ജീവിതത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഞങ്ങളല്ല, ഒരു കോപിക്കുന്നതോ വഴക്കോ പ്രശ്നമോ അങ്ങനെ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാനിടയില്ല. അടിയങ്ങൾ സന്തോഷകരമായ ഒരു കുടുംബജീവിതം ദൈവം ഇത്രത്തോളം തന്നു. ആ ഭാഗ്യമേറിയ തുറമുഖത്ത് പ്രിയപ്പെട്ട പോയതിനായി ഞാൻ സ്തുതിക്കുന്നു. എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ വേർപാടിൽ ദുഃഖമുണ്ടെങ്കിലും എനിക്ക് അതിലും അധികം സന്തോഷമാണുള്ളത്. തൻ്റെ ആത്മാവ് നിത്യതയിൽ വിശ്രമിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനും ഇനി നല്ലൊരു ഓട്ടം ഓടി ആ നിത്യ തുറമുഖത്ത് കാണപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 34 വർഷത്തെ ബന്ധമാണുള്ളത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ 34 വർഷവും അന്ന് കണ്ടുമുട്ടിയതുപോലുള്ള സ്നേഹവും സഹകരണവും ഇന്നും നിലനിർത്തുവാൻ തക്കണം ഞങ്ങളുടെ ജീവിതത്തിലെ ദൈവമായി കർത്താവ് സഹായിച്ചു. വളരെ സൗമ്യനും സ്നേഹസമ്പന്നനുമായ ഒരു സഹോദരനെയാണ് എനിക്ക് എൻ്റെ സഹോദരനായിട്ട് എനിക്ക് ലഭിച്ചത്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വിവാഹ സമയത്ത് ഒരു സമുദായ സഭയിലാണെങ്കിലും പിന്നീട് ദൈവഭാഗത്തേക്ക് കടന്നു വരുവാൻ തക്കണ ഇടയായി തീർന്നു. അന്ന് മുതൽ ദൈവമായി കർത്താവ് അവരെ കുടുംബമായി സഹായിച്ചു. 34 വർഷത്തെ കുടുംബജീവിതം ചെയ്യുവാൻ തക്കണം ദൈവമായി കർത്താവ് പ്രിയ സഹോദരങ്ങൾക്ക് കൃപ കൊടുത്തു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു അന്യ സഹോദരനെ എനിക്ക് നഷ്ടമായി. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. കഴിഞ്ഞ ചില വർഷങ്ങളായി 4 വർഷത്തിലധികം എൻ്റെ പ്രിയ സഹോദരി ബോംബെയുടെ പ്രദേശത്തേക്ക് കടന്നു വന്ന് അടികളോടൊപ്പം പാർത്ത് അവിടെ ആയിരിക്കാൻ ജോലി ചെയ്യുവാനൊക്കെ എൻ്റെ മകൾക്ക് കൃപ കൊടുത്തു. പ്രിയ പൈതൽ സിബിമോനും അടികളോടൊപ്പം ബോംബെയുടെ പ്രദേശത്ത് ചില വർഷങ്ങളായിരിക്കാൻ ദൈവം സഹായിച്ചു. അവിടെ നിന്ന് പ്രിയ പൈതൽ സൗദിയുടെ പ്രദേശത്തേക്ക് കടന്നുപോയി. എൻ്റെ പ്രിയ സഹോദരൻ ഇവിടെ തനിച്ചായിരുന്ന കാരണം കഴിഞ്ഞ 7 മാസക്കാലം ബോംബെയുടെ പ്രദേശത്തേക്ക് കടന്നു വന്ന് അവിടെ സ്നേഹത്തോട് സന്തോഷത്തോട് സമാധാനത്തോടെ നിങ്ങൾക്കായിരിക്കാൻ ദൈവമായി കർത്താവ് കൃപ ചെയ്തു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആ സമയങ്ങളിലുള്ള ആത്മീയ കൂട്ടായ്മകൾ അനുഭവിപ്പാൻ സന്തോഷത്തോടായിരിക്കാൻ ദൈവമായി കർത്താവ് സഹായിച്ചു. എന്നാൽ അവിടെ നിന്ന് ഇത്ര വേഗം കടന്നു വരണമെന്ന് വിചാരിച്ചിരുന്നാൽ താൻ രോഗിയായി തീർന്ന കാരണം അവിടെ നിന്ന് പെട്ടെന്ന് നാട്ടിലേക്ക് കടന്നു വരേണ്ടതായിട്ട് വന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, നാട്ടിൽ പോയി രോഗമൊക്കെ മാറിക്കഴിയുമ്പോൾ മടങ്ങി വരണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇനി ബോംബെയിലേക്ക് വരത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്നോട് പോകുന്നത്. എന്നാൽ അതുപോലെ തന്നെ സംഭവിച്ചു. വീണ്ടും ഒരു മടങ്ങി വരവിനിടയായില്ല. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഇവിടെ കടന്നു വന്ന് ദൈവമക്കളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവം സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ ചെയ്യുന്നു. ഞങ്ങൾ ആത്മീയമായും വളരെ സന്തോഷത്തോടെ ആയിരുന്നു. എന്നാൽ ഈ ചില ദിവസങ്ങള് 2-3 ദിവസമായതേ ഉള്ളൂ
താന് പെട്ടെന്ന് രോഗാവസ്ഥയിലേക്ക് ആയിത്തീരുവാനിടയായി തീർന്നു. എന്നാലേ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെയും വളരെ ആത്മീയമായിട്ട് സന്തോഷത്തോടെ ആയിരിക്കാന് ദൈവമായി കർത്താവ് ഇടയാക്കി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സുഖമില്ലാതായതിനു ശേഷം ഞാനും ബുധനാഴ്ച ഫോൺ ചെയ്ത് അന്ന് എന്നോട് സംസാരിക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട്, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. പറഞ്ഞോ കുഴപ്പമില്ല, ഒന്നുമില്ല, പ്രാർത്ഥിച്ചാൽ മതി എന്ന് എന്നോട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഇത്ര വേഗം ദൈവസേനയിൽ ചേർക്കപ്പെടുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു തോട്ടക്കാരൻ തൻ്റെ തോട്ടത്തിലെ ഫലവൃക്ഷം അതിൻ്റെ ഭാഗമാകുമ്പോൾ അതിനെ വിളിച്ച് ചേർക്കുന്നത് എന്തിനെന്ന് നമുക്ക് ചോദിക്കുവാൻ അവകാശമില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തന്നെ ദൈവസേനയിലേക്ക് ചേർക്കപ്പെടുവാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച കാലം അവിടെ ഇടയായിത്തീർന്നു. എൻ്റെ ഭവനത്തിൽ അന്ന് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള ദൈവസമയം വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർഷകരായി തീരുവാൻ ദൈവം ഇടയാക്കാതെ വണ്ണം ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാൻ ദൈവമായി കർത്താവ് ഇടയാക്കി. ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. എൻ്റെ പ്രിയ സഹോദരിക്ക് തുണയായിട്ട് ഇനി ഈ ലോകത്തിൽ ആരുമില്ലെങ്കിലും എൻ്റെ സർവശക്തനായ ദൈവം അവൾക്ക് നല്ലൊരു തുണയായി, പ്രിയ പൈതലിന് സിബിമോന് നല്ലൊരു പിതാവായി ദൈവമായി കർത്താവ് കൂടെ ഇരുന്നവരെ സഹായിക്കണം. അതിന് ദൈവമക്കളുടെ പ്രാർത്ഥന ഇനിയും നിങ്ങൾക്ക് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം പമ്പയുടെ പ്രദേശത്തിൽ കടന്നു വരുവാനിടയായിത്തീർന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇത്രത്തോളം ദൈവമായി കർത്താവ് നിങ്ങൾക്ക് നൽകിയ നല്ല കൂട്ടായ്മയെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. തുടർന്ന് ദൈവമായി കർത്താവിനെ സഹായിക്കുന്നതിന് വേണ്ടി മക്കളുടെ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് എൻ്റെ സാക്ഷിയെ ദൈവസനെ ചുരുക്കുന്നു. ഏതൊക്കെയും കടന്നു വന്ന് സംബന്ധിക്കുവാൻ ദൈവം സ്തുതിക്കുക. നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സൗമ്യമായുള്ള മറുപടിയുമൊക്കെ മാത്രമേ എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്തെല്ലാം ജീവിതത്തിലെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും ഒരിക്കൽ പോലും ഒന്ന് മുഖം കറക്കുകയോ പക്ഷത്തിലൊന്ന് സംസാരിക്കുകയോ ചെയ്യുന്നതായി എനിക്കിതുവരെയും അനുഭവം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ നാളിൽ ബോംബെയിൽ കടന്നു വന്നു ശാരീരികമായ അല്പമായി ക്ലേശങ്ങൾ പ്രയാസങ്ങളുണ്ടായി. അതുമുതൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ക്രമീകരിപ്പാനും അതുവരെ ടി വി കാണുന്ന ഒരു സ്വഭാവം അളിയനുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പലപ്പോഴും ചെല്ലുമ്പോഴേ പേപ്പർ വായിക്കുകയോ ബൈബിൾ വായിക്കുകയോ ഒക്കെ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇതൊന്നും വേണ്ട മോനെ, ഞാൻ ഒരുപാട് ടി വി കണ്ട് സമയം കളഞ്ഞിട്ടുള്ളതാണ്. ഇനിയുള്ള സമയം ദൈവത്തിനായി ഞാൻ വേർതിരിക്കുന്നതെന്ന് പറയുകയും തൻ്റെ കാര്യങ്ങളൊക്കെയും ക്രമീകരിക്കുകയും ഒന്നുകൂടി വിശുദ്ധിയോട് ജീവിപ്പാൻ കർത്താവ് വളരെ സമയം പ്രിയാളിന് കൊടുത്തതായി എനിക്കറിയാം. തൻ്റെ ഓട്ടമോടി തികച്ചു നീതിയുടെ കിരീടം പ്രാപിപ്പാൻ കർത്താവ് സമയമായപ്പോൾ വിളിച്ചു. അത് പ്രാപിപ്പാനായി കടന്നുപോയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞങ്ങളുടെ ഈ ദുഃഖത്തിൽ പങ്കുകൊള്ളുവാനായി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഉള്ള ഞങ്ങളുടെ സ്നേഹമെന്ന് വാത്സല്യത്തെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. വാഴ്ത്തപ്പെടുമാറാകട്ടെ. മക്കളെ എല്ലാവരെയും വേഗം വരുന്ന ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. വിശേഷാൽ ഈ പൽക്കാലം നമ്മളെല്ലാവരും ഈ ഭവനത്തിൽ കടന്നു വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം നമുക്കെല്ലാവർക്കും, ഈ ഭവനമായിട്ട് എനിക്ക് അനേക വർഷത്തെ പരിചയമുണ്ട്. ഞാൻ ബോംബെയിൽ നിന്നാണ് കടന്നു വന്നിരിക്കുന്നത്. അവിടെ ഉല്ലാസ്നഗർ IPC സഭയുടെ ഒരു അംഗമാകുന്നു ഞാൻ. എന്നാൽ അവിടെ ഈ സഹോദരനെ കഴിഞ്ഞ നാളുകളിൽ അവിടെ കടന്നു വരുവാനും, വിശേഷാൽ സഹോദരി സിബി പൈതൽ അവരൊക്കെയും അവിടെ കടന്നു വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ സർവകൃപാലുവായ ദൈവം ഞങ്ങൾക്ക് സാഹചര്യങ്ങളെയും സന്ദർഭങ്ങളെയും ഒരുക്കി തന്നു. അന്ന് മുതൽ ഇന്നുവരെയും ആ ദൈവിക സ്നേഹം രുചിച്ചറിയുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിച്ചു. വിശേഷാൽ ചില വർഷങ്ങളുടെ പരിചയം എനിക്ക് ബേബി സഹോദരമായിട്ടുണ്ട്. എന്നാൽ അവിടെ വരികയും കൂട്ടായ്മ ആചരിക്കുകയും ഈ പൽക്കാലം അലിയ തൻ്റെ സഹോദരി, അതുപോലെ അളിയൻ ബാവർ, ഇവരൊക്കെയും തൻ്റെ സഹോദരൻ്റെ സ്വഭാവത്തെക്കുറിച്ചൊക്കെയും പറഞ്ഞപ്പോൾ ഞാനും ചിന്തിക്കുമായിരുന്നു, ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കി. ദൈവമക്കളുടെ ജീവിതത്തിൽ നമുക്ക് ഈ ലോകത്തിൽ നമ്മുടെ സ്വഭാവങ്ങൾക്ക് രൂപീകരണം പ്രാപിപ്പാൻ ആവശ്യമായിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ ഈ പൽക്കാലം നമ്മുടെ 90-ാമത്തെ സങ്കീർത്തനം വായിച്ചു കേട്ടു. മർത്യനെ പൊടിയിലേക്ക് മടക്കി വരുത്തുന്ന ഒരു സർവശക്തനായ ദൈവം, മനുഷ്യപുത്രനെ മടങ്ങി വരുമെന്നുള്ള ദൈവത്തിൻ്റെ വചനം. നമുക്ക് ദൈവം
തരുന്ന ആകേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും മരിച്ചവരാദ്യം രൂപാന്തരം പ്രാപിച്ച് ജീവനോടിരിക്കുന്ന നമ്മളും ഒരുമിച്ച് ക്രിസ്തുവിനെ വരവേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടേണ്ട നാളുകള് ഈ നാളുകളിൽ ആഗതമായിരിക്കുന്ന ദൈവമക്കളെ. എനിക്കൊരു പ്രത്യാശയുണ്ട്. ഇപ്പോൾ കാലം അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ളവര് സാക്ഷ്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞതുപോലെ നമ്മുടെ സഹോദരന് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യതയിൽ പ്രവേശിപ്പാൻ സർവകൃപാലുവായ ദൈവം കൃപ ചെയ്തിനാട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവമക്കളെ, ഈ പൽക്കാലം ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാവാൻ അവൻ അധികാരം കൊടുത്തെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്ത വചനമാണ്. ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമുക്ക് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു നിത്യത നമുക്കുണ്ട്. നമ്മളെ എന്നുവരെ ജീവിക്കുന്നെന്നുള്ള നമുക്കറിയാൻ സാധിക്കത്തില്ല. കഴിഞ്ഞ സഹോദരി പറഞ്ഞതുപോലെ ബോംബെയില് ഞങ്ങളുടെ സഹോദരിയുടെ ഭവനത്തിൽ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചു സഹോദരി ഹോസ്പിറ്റലിലാണെന്നുള്ള വിവരം. എന്നാൽ ആ സമയത്ത് ഞങ്ങളെ ദൈവസന്നിധാനത്തിൽ ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നാൽ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ആയുസ് നീട്ടുവാൻ നമുക്കാർക്കും ഈ ലോകത്തിലായിരിക്കുമ്പോൾ സാധിക്കത്തില്ല. എന്നാൽ ദൈവം നമുക്കൊരു സമയം വെച്ചിട്ടുണ്ട്. ഈ ലോകത്തിന് എന്നുവരെ നമ്മൾ ജീവിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ സമയമാണ്. ആ സമയം ദൈവം നമ്മളെ ചേർക്കപ്പെടും. അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ നാളുകളിൽ ഒരുങ്ങാൻ ദൈവമക്കളെ. നമ്മുടെ ലോകത്തിൽ എത്ര സമ്പാദിച്ചാലും നമ്മുടെ ഈ ലോകത്തിൽ എത്ര നാൾ ജീവിച്ചാലും അതെല്ലാം ഈ ലോകത്തിൽ ഉപേക്ഷിച്ച് നമ്മൾ നിത്യതയിൽ പോകേണ്ട ഒരു സമയം ദൈവം നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിനായിട്ട് ദൈവത്തിന് സ്തുതിക്കുന്ന വിശേഷാല് ഈ പോൽക്കാലം ദൈവത്തിന്റെ പാതവനത്തിൽ കടന്നു വന്ന സഹോദരന്റെ ദുഃഖത്തിലായിരിക്കുന്ന വിശേഷാല് സഹോദരിയെയും പൈതലിനെയും അവരുടെ സഹോദരങ്ങളെയും ഇവിടെ കടന്നു വന്നിരിക്കുന്ന ബന്ധക്കാർ, ചാർച്ചക്കാരെ എല്ലാം കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ഉല്ലാസ IPC സഭയുടെ അനുശോചനം രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ എന്റെ കുടുംബത്തിന്റെയും എന്റെയും വ്യക്തിപരമായ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ദൈവനാമത്തിൽ 59 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കാൻ പ്രിയപേപിച്ചാണ് ദൈവ കർത്താവ് സാവകാശം കൊടുത്ത ദൈവകൃപയ്ക്കായ സ്തോത്രം. ഈ പെട്ടിയുടെ പുറം എഴുതിക്കുന്ന പോലെ നല്ല പോർ വരുത് ഓട്ടത്തെ വെച്ച് വിശ്വാസം കാത്ത് നീതിയുടെ കിരീടം പ്രാപിപ്പാൻ തക്കോണം കർത്താവ് പ്രിയ ദൈവസഹാസിനെ കണ്ടതിനായി സ്തോത്രം. എൻ്റെ പിതാവ് കഴിഞ്ഞ മാസം 29-ാം തീയതിയാണ് മരിച്ചു പോയത്. പിന്നെ പത്തനംതിട്ടയാണ് എൻ്റെ വീട്. അന്ന് പ്രിയ ദേവ് ജാനുവലി സിമാമിയും പ്രിയ സഹോദരങ്ങളൊക്കെയും കടന്നു വന്ന് എൻ്റെ പിതാവിനെ കാണുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. എന്നാൽ ഈ ഒരു മാസത്തിനുള്ളിൽ പ്രിയ ദേവദാസനും ഹല്ലേലൂയ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമെന്ന് ഹല്ലേലൂയ അടികൾ പ്രതീക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ ഹിതമല്ലല്ലോ ദൈവത്തിൻ്റെ ഹിതം. പ്രിയ ലിസിമാമയും സിബിയും ഹല്ലേലൂയ ബോംബെയിലായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് ദൈവത്തെ അവിടെ ആരാധിപ്പാൻ മാറ്റപ്പെടുത്തുവാൻ ദൈവമായ കർത്താവ് ഞങ്ങളെ സാവകാശം ഒരുക്കി തന്നു. ഹല്ലേലൂയ വളരെ സ്നേഹമായി സൗര്യമായി ഞങ്ങളുടെ ആത്മീയ കൂട്ടായ്മയോടെ സംബന്ധിക്കുകയും ഹല്ലേലൂയ പലപ്പോഴും പ്രിയ ദേവദാസൻ അവിടെ സുഖമില്ലായിരുന്നപ്പോൾ ഭവനത്തിൽ കടന്നുപോയി പ്രാർത്ഥിപ്പാനും ഹല്ലേലൂയ വ്യക്തി ഹല്ലേലൂയ ഞങ്ങളുടെ ഹല്ലേലൂയ അവിടെ ആത്മീയ കൂട്ടായ്മകൾക്ക് അപ്പുറമായി ഒരു വ്യക്തിപരമായ ഹല്ലേലൂയ ദൈവസ്നേഹം സൂക്ഷിപ്പാനും ദൈവമായ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. പ്രിയലിസിമാമി സിബിയും ഒക്കെ ഞങ്ങളുടെ കുടുംബമായിട്ട് വളരെ ബന്ധപ്പെട്ട ഹല്ലേലൂയ കുടുംബമാണ്. ഹല്ലേലൂയ സ്തോത്രം. പ്രിയ പിതാവിനെ പ്രിയ സിബിക്ക് ലോകത്തിൽ നിന്ന് ഹല്ലേലൂയ നഷ്ടപ്പെട്ടു. പ്രിയ അമ്മാമയ്ക്ക് പ്രിയ ഹല്ലേലൂയ ഭർത്താവിനെ നഷ്ടപ്പെട്ടുവെങ്കിലും സ്വർഗത്തിലെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. തുടർന്നുള്ള വർഷങ്ങളിൽ ഹല്ലേലൂയ പ്രിയ നല്ല പിതാവായി നല്ല തുണയായ ദൈവമായ കർത്താവ് പ്രിയ കുടുംബത്തെ ആശ്വസിപ്പിക്കട്ടെ. ഹല്ലേലൂയ ആവശ്യമായ സമാധാനവും ദൈവം കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നിത്യയിൽ കാണാമെന്നുള്ളതായ ആശയോടെ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. ദൈവകർത്താവ് കുടുംബത്തെ സമാശ്വസിപ്പിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് ഒരു മരണമല്ല, അല്ലെങ്കിൽ ഒരു ഹല്ലേലൂയ സ്ഥലം മാറ്റമാണ് ദൈവമക്കൾക്കുള്ളത്. ഹല്ലേലൂയ നിത്യയുടെ പൂർണ്ണത്തിൽ കാണുവാനുള്ളതായ ആശയോടെ ഞാൻ ഇവരോക്കൾ വിരമിക്കുന്നു. ഹല്ലേലൂയ ഉല്ലാസനഗർ ദൈവസഭ IPCയുടെയും അല്ലെങ്കിൽ എൻ്റെ വ്യക്തിപരമായ നാമത്തിലുള്ളതായ എല്ലാ അനുശോചനവും ഇന്ന് പോൽക്കാലം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവകർത്താവ് നമ്മെ സഹായിക്കും. ദേഹവിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ടവർ എല്ലാവർക്കും യേശു കർത്താവിന്റെ നാമത്തിൽ വന്ദനം. പ്രിയ അമ്മാമയുടെ മൂത്ത സഹോദരിയുടെ മകൾ ഗ്ലാഡിഷ് തുറയൂർ AG സഭയിൽ ആരാധിക്കുന്ന ദൈവവേദനാണ്. ഞങ്ങൾക്ക് ദേവചാൻ്റെ ശാരീരിക അസ്വസ്ഥതകളെക്കുറിച്ച് കേട്ടപ്പോഴൊക്കെ ആ സഭയിൽ പ്രാർത്ഥന ചോദിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും
ദൈവത്തിൻ്റെ ഇഷ്ടം ചോദ്യം ചെയ്യുവാൻ നമുക്ക് കഴിയില്ലല്ലോ. 70 ഏറെയായാൽ 80 എന്ന ആ നിലവാരത്തിൽ പോലും എത്താൻ കഴിയാതെ താൻ ദൈവത്തിൻ്റെ സമയത്ത് നമ്മിൽ നിന്നും വേർപെട്ടത് നമുക്ക് ദുഃഖകരമാണ്. എങ്കിലും വിശ്വാസത്തോടെ ജീവിച്ച് കർത്താവിൽ നിദ്ര പ്രാപിച്ച് അക്കരയ്ക്ക് കടന്നുപോയ ഈ പ്രിയ പിതാവ് നിത്യതയിൽ നമുക്ക് ഒരുമിച്ച് കാണാം എന്ന പ്രത്യാശയാണല്ലോ ദുഃഖത്തേക്കാൾ അധികം നമുക്കുള്ളത്. കർത്താവിൻ്റെ കൃപ ദൈവം എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെയും കുടുംബത്തിൻ്റെയും തുവയൂർ ബഥേൽ ഏകീയ സഭയുടെയും എല്ലാവിധ പ്രാർത്ഥനയും ആശ്വാസവാക്കുകളും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. 90-ാം സങ്കീർത്തനം മോശ എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നു: മനുഷ്യനെ മണ്ണിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്ന ദൈവം. അതുകൊണ്ട് മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നില്ലല്ലോ. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നരുളി ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. ന്യായവിധിക്കായി, ജീവന്റെ അനുഭവത്തിനായി, ദൈവകൃപകൾക്കായി പലരും പല സമയങ്ങളിൽ വിളിക്കപ്പെടുമ്പോൾ കർത്താവിന്റെ കാഹളനാദത്തെങ്കിൽ ഈ പ്രിയപ്പെട്ടവൻ എഴുന്നേറ്റ് വരും എന്ന പ്രതീക്ഷ നമുക്കുണ്ടെങ്കിൽ അന്ന് ഞാനും ആ കൂട്ടത്തിൽ കാണുമോ എന്ന ചോദ്യത്തിന് നല്ലൊരു മറുപടി ലഭിക്കാൻ തക്കവണ്ണം ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ ജീവിതം സമർപ്പിക്കപ്പെടുവാൻ ഈ ഒരു ദിവസം നമുക്ക് ഇടയാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് സമയം നൽകിയ കർത്താവിന്റെ ദാസന്മാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഈ ഭൂമിയിൽ ജീവിച്ച് താൻ തൻ്റെ അവകാശത്തിലേക്ക് ചേർക്കപ്പെട്ടു. 51 വർഷക്കാലം താൻ ഭൂമിയിൽ ജീവിച്ചുവെങ്കിലും താൻ 32 വർഷക്കാലമായി ദൈവസഭയോട് ചേർന്ന് നിൽക്കുകയായിരുന്നു. എന്നാൽ കൂടാരമായ ഭവൻ അഴിഞ്ഞു പോയാൽ കൈപ്പണിയില്ലാതെ നിത്യഭവന സ്വർഗത്തിലുണ്ടെന്ന് താൻ അറിഞ്ഞപ്പോൾ മുതൽ അതിലെങ്ങനെ പോകാമെന്ന് താൻ ചിന്തിച്ചപ്പോഴാണ് താൻ മാനസാന്തരപ്പെടുവാനും സ്നാനപ്പെടുവാനും പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാനും അതുമാത്രമല്ല വിശുദ്ധന്മാരോട് ചേർന്ന് നിൽപ്പാന് ആ ബോമസിന്റെ വയലിൽ നിന്ന് പെരുക്കുവാൻ തക്കവണ്ണം തന്നെ കർത്താവ് ഒരുക്കി. താൻ ആത്മാവിൽ ആരംഭിച്ചു, ആത്മാവിൽ തന്നെ അവസാനിച്ചു. അത് ദൈവത്തിന്റെ നീതി അത്രേ. എന്നാൽ ഈ ഭവനത്തിനോ സഭയ്ക്കോ ഒക്കെ താനൊരു നഷ്ടമായി പോയെങ്കിലും സ്വർഗരാജ്യ ലാഭം തന്നെയാണ്. താനൊരു പൂർണ്ണ മകളുടെ ഫലമായി തീർന്നുവെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അത് ദൈവത്തിന്റെ നീതിയായി ഞാനും കണക്കാക്കുന്നു. തന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ താൻ വളരെ ശാന്ത സ്വഭാവമായിരുന്നു തനിക്കുണ്ടായിരുന്നത്. താൻ എപ്പോഴും ചിരിച്ചുകൊണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ താൻ കൺവെൻഷനൊക്കെ വന്നാൽ താൻ കുശിനിയിലൊക്കെയും ജോലി ചെയ്യുമ്പോഴൊക്കെയും താൻ വളരെ സൗമ്യനായിട്ട് എന്ത് ജോലിയും താനോട് ചെയ്യും. ആരോടും ഒരു സംസാരം ഒന്നും ഉണ്ടാക്കാതെ ചെയ്യുന്നാൽ താൻ കുറച്ച് നാളായിട്ട് താൻ രോഗബാധിതനായിരുന്നുവെങ്കിലും താൻ കഴിയുന്ന കൂട്ടങ്ങൾ കടന്നു വരുവാനും ഒക്കെ കർത്താവ് സഹായിച്ചു. ദൈവത്തിന്റെ കാവളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ പ്രിയ ബേബിശാനെയും കാണാവുന്ന പ്രത്യാശയോടെ ആയിരിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന സിസ്റ്റർ സിബി, ഇവരെയും ബന്ധുക്കളെ ചാർച്ചക്കാർ ഏവരെയും വലിയവരായ കർത്താവ് ആശ്വസിപ്പിക്കട്ടെന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന എന്നിവർക്ക് പ്രാർത്ഥിക്കണം. നല്ലൊരു ഓട്ടമോടി തീർപ്പാണല്ലോ. ഓട്ടമോടുന്നവരായിട്ടല്ല, ഓട്ടമോടി തീർപ്പാൻ തരണം. കർത്താവിന്റെ കൃപ നൽകി തരണം. താൻ വിശുദ്ധന്മാരോട് ചേർന്ന് നിൽപ്പാൻ കർത്താവ് സഹായിച്ച കൃപയ്ക്കായിട്ട് സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും പ്രാർത്ഥന വിളിച്ചുകൊണ്ട് എന്റെ സാക്ഷി ഇരുന്നോളൂ. നീതിയുടെ കീടം എനിക്കായി വച്ചിരിക്കുന്നു. ബേബിച്ചായൻ ഈ ലോകം വിട്ട് പോയതിൽ ദുഃഖമുണ്ടെങ്കിലും താൻ പ്രത്യാശയുടെ തുറമുഖത്ത് ചെന്ന് എത്തിയതിൽ പ്രത്യാശിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ സിബിയെയും മാതാവിനെയും കുടുംബത്തെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഡൻസൺ കുവൈറ്റ്, ജസ്റ്റിൻ ദുബൈ, ലിജോ ബെഹറിൻ, ബ്ലസൻ ബെഹറിൻ, ഷീജിൻ ഡൽഹി, സിബിൻ കുവൈറ്റ് അനുശോചനം അറിയിച്ചുകൊണ്ട് ചേരുന്നു. നിത്യമാം പ്രഭാത ശോഭിതത്തിൽ നാൾ പാർത്തലെ രക്ഷപ്പെട്ടോരക്കേറെ കൂടിയാകാശേ പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുമെൻ പേരും. ദൈവത്തിന്റെ അതിപരിശുദ്ധമാകുന്ന നാമം വാഴ്ത്തപ്പെടുമാറാണ്. ഇപ്പോൾ ഈ വീട്ടുപേര് അറിയപ്പെടുന്നത് പന്തുവെട്ടുംപറമ്പിൽ നിന്നാണ്. ആയതുകൊണ്ട് ഈ കുടുംബത്തോട് ചേർന്നുള്ള എല്ലാവരും പഴയ സ്നേഹം മറക്കാതെ വണ്ണം ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുവാനായിട്ട് എത്തിച്ചേർന്ന എല്ലാവരെയും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുക. അവിടെ നാം കാണുന്നത് യേശുവിനെ ക്രൂശിക്കുവാനായി നിർത്തിയിരിക്കുമ്പോൾ ബറാബാസും അതിന്റെ നടുവിലായി വിധികർത്താവായിരിക്കുന്ന പീലാത്തോസിനെ നമ്മൾ കാണും. എന്നാൽ മൂപ്പന്മാരും ശാസ്ത്രിമാരും ജനവും കൂടി പറയുന്നത് ഞങ്ങൾക്ക് യേശുവിനെ വേണ്ട, ബറാബാസിനെ മതി.
നാം അവിടെ ഒരു കാര്യം വളരെ വ്യക്തമായി കാണുവാനായിട്ട് നമുക്ക് സാധിക്കണം. കാരണം